എനിക്ക് ഈ കല്യാണത്തിന് ഒട്ടും താല്പര്യം ഉണ്ടായിട്ടല്ല. എന്റെ മോള് തൂങ്ങി ചാവണ്ടെന്ന് കരുതിയാ ഞാൻ ഇതിന് സമ്മതിച്ചത്. പിന്നെ എന്റെ മോളെ കെട്ടുന്നവൻ ഏതവനായിരുന്നാലും ശ്രീധരൻ കൊടുക്കാനുള്ളത് ഞാൻ കൊടുക്കും. സ്വർണത്തിന് പുറമെ ഒരു മാരുതി കാർ. നിനക്ക് ഡ്രൈവിംഗ് വശമുണ്ടോടാ? അത് പിന്നെ ഇല്ലെങ്കിലും സാരല്ല, വണ്ടി നേരത്തെ കൊടുത്തേക്കാം, ഓടിച്ചു പഠിക്കട്ടെ. ടീച്ചർക്ക് അവാർഡ് കിട്ടിയില്ല അതിശയില്ല. മക്കളെ നന്നായിട്ട് പഠിപ്പിച്ച് വളർത്തിയിട്ടുണ്ട്. എല്ലാം കൊമ്പത്തല്ലേ കയറി പിടിച്ചിരിക്കുന്നത്. ഒരുത്തി കോടീശ്വരനെ വളച്ചെടുത്തു, ഒരുത്തൻ കോടീശ്വരിയെ വളച്ചെടുത്തു. എന്തായാലും ശാരദ ടീച്ചറിന് കച്ചവടം ലാഭം. അപ്പോ മകൾക്ക് നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ ഇതും നടക്കട്ടെ. ചങ്കോ നോക്കിക്കൊണ്ട് നിൽക്കാതെ ആ ഡോർ തുറക്ക്. പ്രേമേന്ദ്ര, നീ ഇതിലൂടെ കൊടുക്കറ്. കേറു മക്കളെ. പിന്നെ ശരി മക്കളെ. പ്രേമേന്ദ്ര, ഞാൻ മോളോട് ഒരു നല്ല വാക്ക് പറഞ്ഞോട്ടെ. എന്റെ നാത്തൂനെ കെട്ടിയതേ ഒരു കോടീശ്വരനാ. നമ്മുടെ സ്റ്റാറ്റസ് വിട്ടൊന്നും നീ പെരുമാറണ്ട കേട്ടോ. അമ്മയ്ക്ക് ഈ രേണുക അറിയില്ലേ? ഞാൻ ഒരിടത്തും താഴ്ന്നു കൊടുക്കോ? പ്രേമേന്ദ്രൻ ഒരു പാവാ. എന്റെ ഇഷ്ടത്തിന് കൊണ്ടുനടക്കാൻ എനിക്കറിയാം. പിന്നെ അവിടെ നിനക്ക് എന്തെങ്കിലും കുറവ് തോന്നുന്നുണ്ടെങ്കിലേ നീ അവനെയും വിട്ട് നമ്മുടെ വീട്ടിലേക്ക് പോന്നേരാ. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. കേറിക്കോ മോളെ. പ്രേമേന്ദ്രന്റെ വീട്ടുകാർ പൊന്നൂല നോക്കണം. വേണ്ടിക്ക് ഞാനിപ്പോ വരാ. കൊച്ചമ്മേ, ഡിന്നറിന് സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും? എന്തൊരു ചൂടാ ഇവിടെ. തെക്കേ മുറി എ സി ആണെന്നാ ഇവിടെ എല്ലാരും പറയാറ്. ഈ ജനലൊക്കെ തുറന്നിട്ടാ ഇവിടെ എന്ത് കാറ്റണെന്നറിയോ? പക്ഷേ ഇന്ന് തുറന്നിടാൻ പറ്റുമോ? എനിക്കിവിടെ എന്നിട്ട് ശ്വാസം മുട്ടുന്നു. ഈ ജനാലെല്ലാം അടച്ചു പൂട്ടിയിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റുമല്ല. ഒരു ടേബിൾ ഫാൻ എങ്കിലും അറേഞ്ച് ചെയ്ത് വെച്ചൂടായിരുന്നോ? അയ്യോ, ഞാനത് ഓർത്തില്ല. നാളെ തന്നെ എന്ത് വേണമെങ്കിലും അറേഞ്ച് ചെയ്യാം. ഫസ്റ്റ് നൈറ്റിന്റെ മൂഡ് കളയാതെ നീ ആ പാല് കുടിച്ച് പകുതി തന്നെ. അയ്യോ, അങ്ങനെയല്ലല്ലോ, ഞാൻ പകുതി കുടിച്ചിട്ടല്ലേ നീ കുടിക്കേണ്ടത്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ ഞാനായതുപോലൊരു തോന്നൽ. എന്നെ കെട്ടിയതുകൊണ്ടാണോ? തന്റെ വീട്ടിൽ കുറച്ചു ദിവസം കഴിയാൻ എനിക്ക് കൊതിയാവുകയാണോ? നമുക്ക് നാളെ തന്നെ അങ്ങോട്ട് പോയാലോ? ആ കൊച്ചു വീട്ടിലോ? ഇവിടെയാണെങ്കിൽ എന്തൊരു സൗകര്യ. എനിക്ക് ഇവിടുന്ന് പോണോന്നേ ഇല്ല. നമ്മള് രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കിയിരുന്നാൽ എന്ത് രസമാണോ ഉള്ളത്. തന്റെ വീട്ടിലാണെങ്കിൽ എത്ര അംഗങ്ങളാ. തമാശയും പൊട്ടിച്ചിരിയും ബഹളവും. അച്ഛനും അമ്മയും ഒരുപാട് മക്കളും ഒക്കെ ഉള്ള ഒരു വലിയ കുടുംബം എനിക്ക് ഒത്തിരി ഇഷ്ടാ. എന്ത് പറ്റി? തണുക്കുന്നുണ്ടോ? ഞാൻ എ സി ഓഫ് ആക്കാം. വേണ്ട, എ സിയുടെ തണുപ്പ് എനിക്ക് ഇഷ്ടാ. ശേഖരേട്ടാ, എന്താ? കല്യാണത്തിന് വന്ന് പലരും ചോദിക്കുക. എന്താ ചോദിച്ചത്? ശേഖരേട്ടന് എത്ര രൂപയുടെ സ്വത്തുണ്ടെന്ന്. സ്വത്തോ? ഇനി ആരെങ്കിലും ചോദിച്ചാ അവരോട് ഗമയ്ക്ക് പറയാനാ. സ്വത്തിന്റെ കണക്കൊക്കെ ഞാൻ അവരെ വിശദമായിട്ട് പിന്നീട് ബോധ്യപ്പെടുത്തിക്കൊള്ളാം. നീഞ്ഞു വന്നേ. അമ്മേ, ചേച്ചി ശേഖരേട്ടൻ വന്നോ? ചേച്ചി, രാവിലെ എല്ലാരും ഒന്ന് കാണണമെന്ന് തോന്നി. ഞങ്ങൾ ഇനി പോകുന്നു. അതിനെന്താ,
നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും വരാലോ. അയ്യോ ചേച്ചി, അടിപൊളി സാരിയാണല്ലോ. നീ തുടക്കല്ലേ? വാ മക്കളെ. സാധാരണ കെട്ടിച്ചു വിട്ടാ മൂന്നാം പക്കം ആരെങ്കിലും ചെന്ന് വിരുന്നിന് കൂട്ടിക്കൊണ്ട് വരിക പതിവ്. അല്ലാതെ പിറ്റേ ദിവസം നേരം പുലരും മുമ്പ് അച്ചുവീട് അന്വേഷിച്ചു വരുന്ന ആണുങ്ങളെ ഞാൻ കണ്ടിട്ടില്ല. അച്ഛ വീട് വിരുന്ന്, നീ ആരുടെ കാര്യം ഈ പറയുന്നത്? എന്താ രണ്ടുപേരും കൂടി മുറിക്കാത്തൊരു സംസാരം? നീ എന്താ, നീ മാത്രല്ലോ? ഞാൻ മാത്രല്ല, ചേട്ടനുണ്ട്. ഞങ്ങക്ക് രാവിലെ ഇങ്ങോട്ട് പോരണമെന്ന് തോന്നി. ഞങ്ങളുടെ നാട്ടു നടപ്പനുസരിച്ച് കൂട്ടിക്കൊണ്ട് പോകാൻ വീട്ടിൽ നിന്ന് ബന്ധുക്കൾ ആരെങ്കിലും വരും, എന്നിട്ടേ ചെല്ലൂ. ഞങ്ങൾ അതൊന്നും നോക്കില്ല. സ്വന്തം വീട്ടിൽ വരുന്നതിന് എന്ത് നാട്ടു നടപ്പ് നോക്കാനാ? എന്താ ഇന്നലെ ഉറങ്ങിയില്ലേ? ഓ, നിങ്ങളൊക്കെ ഇവിടെ എങ്ങനെയാ കഴിഞ്ഞുകൂടണേ? കാറ്റും വെളിച്ചവും കിടക്കാത്ത ഈ കുടിസ് റൂമില് ഞാൻ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. ഞാനും. എന്താ ഈ എ സിയുടെ തണുപ്പ്? സത്യത്തിൽ ജലദോഷം പിടിച്ചു. അത് എ സി റൂമിൽ താമസിച്ച് പരിചയമില്ലാഞ്ഞിട്ടാ. ആഹാ, രണ്ടുപേരും കൂടി സംസാരിച്ചോണ്ട് നിൽക്കുക. കാപ്പി എടുത്ത് വെച്ചിട്ടുണ്ട്, വാ. ആ ചേട്ടത്തി ചെല്ല്, ഞാൻ സാറിനെ വിളിക്കാം. സാറോ? ഞാനത് ഓർത്തില്ല. എല്ലാരും പുള്ളിക്കാരനെ അങ്ങനെയാ വിളിക്കാറ്. പ്രഭാവതി വിളിച്ചത് ആ പഴയ സ്റ്റെനയാണെന്നുള്ള ഓർമ്മയില്ല അല്ലേ? ഭാര്യയാണെന്ന് എപ്പോഴും വിശ്വസിക്കാൻ പറ്റണില്ല. പ്രേമൻ എന്തിയെ? നിന്റെ പ്രേമനും ഇവളുടെ സാറും ഒക്കെ അവിടെ ഉണ്ട്. രണ്ട് പെണ്ണുങ്ങൾ കൂടിയാ പിന്നെ സംസാരിക്കാൻ ഉള്ളി പൊളിക്കുന്ന കാര്യം മതി. ദാ പിടിച്ചോ. എന്താ രണ്ടുപേരും? ഒന്നുമില്ല, എനിക്കറിയാൻ മേലാത്ത കുറെ കാര്യങ്ങള് ചേട്ടത്തി ഓർമ്മപ്പെടുത്തുമായിരുന്നു. ഈ ചേട്ടത്തി എന്ന വിളി ഒന്ന് ഒഴിവാക്കാവോ? പ്രഭയേക്കാൾ പ്രായക്കൂടുതലൊന്നും എനിക്കില്ല. നാട്ടു നടപ്പനുസരിച്ച് ചേട്ടന്റെ ഭാര്യയെ ചേട്ടത്തിന്നാ വിളിക്കാറ്. ഇഡലിയോ? ഇതെനിക്കിഷ്ടമല്ല. ബ്രേക്ക്ഫാസ്റ്റും ബ്രെഡ് ടോസ്റ്റും പുൾസയും എനിക്ക് നിർബന്ധ. മോളത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ അതും കൂടി കരുതിയെന്നെ. എനിക്കും രാവിലെ ഇഡ്ഡലി ഇഷ്ടമല്ല. അമ്മേ, നല്ല പഴങ്കഞ്ഞി ഇരിപ്പുണ്ടോ? ഈ ചേട്ടന്റെ കാര്യം തമാശ. തമാശ ഒന്നും അല്ലടി. അമ്മഞ്ഞെടുത്ത് ഈ പഴങ്കഞ്ഞിയിലേക്ക് കുറച്ച് തൈരൊക്കെ ഒഴിച്ച് 2 കാന്താരി മുളക് എടുത്തിട്ട് ഞെരടി ഞെരടി കുറച്ച് അച്ചാറും ചമ്മന്തിയും കൂടെ കുഴച്ചങ്ങോട്ട് കഴിച്ചാലുണ്ടല്ലോ. ഓ, അത് കേട്ടപ്പോഴേ എന്റെ വായിന്ന് വെള്ളം ഊറും. എന്റെ ഈ ആരോഗ്യത്തിന്റെ രഹസ്യം അത് തന്നെയാ. നിനക്ക് വേണേ കുറച്ച് കഴിച്ചോടി, നാണക്കേടൊന്നുമില്ല. പിന്നെ നമ്മളാരും അമേരിക്കയിലൊന്നും അല്ലല്ലോ ജനിച്ചു വളർന്നത്. അല്ല, പ്രേമേന്ദ്രൻ ഇഡ്ഡലിയാണോ അതോ പഴങ്കഞ്ഞിയാണോ? ഞാനിപ്പോ വരാം. ആ, നീ കണ്ടോ, ചേട്ടത്തിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഓ, ആ പഴങ്കഞ്ഞി എത്തിയല്ലോ. ഇങ്ങോട്ട് വെച്ചോളൂ, ഇങ്ങോട്ട് വെച്ചോളൂ. ആ, എന്താ അവന്റെ ഒരു സ്റ്റൈല്. അയാളെ പഴങ്ങഞ്ഞി കുടിച്ചിട്ടായിരിക്കും വളർന്നത്. ഞാൻ അങ്ങനെയല്ല, നല്ല ഭക്ഷണം കഴിച്ചു തന്നെയാ. നീ ഒന്ന് പതുക്കെ പറ. ദേ, എനിക്കാരും പേടിക്കേണ്ട കാര്യമില്ല. ആ പഴങ്ങഞ്ഞി കൂടി എന്റെ പത്രാസ് കണ്ട് പ്രേമൻ എന്തിനാ ഓച്ചാനിച്ച് നിന്നത്? അയാളുടെ കാശ് കണ്ടിട്ടാ? അതിനേക്കാ പണം എന്റെ വീട്ടിലുണ്ട്. ഈ നിമിഷം ഞാൻ ഇവിടെ ഇറങ്ങേണ്ടതായിരുന്നു. കെട്ടിയതിന്റെ പിറ്റേന്ന് കെട്ടിയോള് പിണങ്ങിപ്പോയെന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കേണ്ടെന്ന് കരുതിയിട്ടാ. ഓർക്കാഞ്ഞിട്ടല്ലമ്മേ, കല്യാണത്തിന് കാശ് കുറെ ചെലവായി, അമ്മ പാപ്പരടിച്ചിരിക്കണമെന്നൊക്കെ എനിക്കറിയാം. എന്നാലും അമ്മയുടെ കയ്യിൽ ഒരു 100 രൂപ കാണാതിരിക്കില്ല. കടായിട്ട് മതി, ഞാൻ തിരിച്ചു തരാവുന്നേ. നാണമില്ലേ നിനക്ക് കാശ് കടം ചോദിക്കാൻ? വട്ടച്ചില വെച്ചിട്ട് കൂടുന്നുണ്ട്. ആ, പെൻഷൻ കിട്ടട്ടെ, തരാം. എങ്കിൽ പിന്നെ വേറെ എവിടെയെങ്കിലും കിട്ടുമെന്ന് നോക്കാം. ശ്രമിക്കണം. 1-2 തവണ ജോലിക്ക് ശ്രമിച്ച് കിട്ടിയില്ലെന്ന് കരുതി നിരാശനാവരുത്. പരിശ്രമം ചെയ്യുകിൽ എന്തിനേയും കരസ്ഥമാക്കാൻ കഴിവുള്ളവണ്ണം ദീർഘങ്ങളാം കരങ്ങളെ നൽകി മനുഷ്യനെ പാരിലേ കഴിച്ചത് ഈശ്വരൻ. കേട്ടിട്ടില്ലേ? പല വാതിലുകൾ മുട്ടുമ്പോൾ ഏതെങ്കിലും ഒന്ന് തുറക്കാതിരിക്കില്ല. ട്രൈ അഗെയിൻ. അത്യാവശ്യം വട്ടച്ചെലവിന് ഇത് കയ്യിലിരിക്കട്ടെ. ഏയ് വേണ്ട. അതിനെന്താ, എന്നെ ഒരു അന്യനായിട്ടാ കരുതിയത്? വെച്ചോളൂ. ഇന്ന് വരെ ചോദിക്കാതെ ആരും എനിക്കൊന്നും തന്നിട്ടില്ല. ഇതേവരെ ചോദിക്കാനോ കൊടുക്കാനോ എനിക്കാരും ഉണ്ടായിട്ടില്ലല്ലോ. പറ്റുമെങ്കിൽ എനിക്കൊരു ജോലി ശരിയാക്കി തരുമോ? നമ്മുടെ ഓഫീസില് ഒരു അക്കൗണ്ടന്റിന്റെ പോസ്റ്റ് ഒഴിവുണ്ട്. അത് ബാലേന്ദ്രന് കൊടുത്താലോ? ഏത് ബാലേന്ദ്രൻ? നിന്റെ ബ്രദർ. അത് ശരിയാവില്ല. എന്താ? അതെ, ഈ സ്വന്തക്കാരെയും ബന്ധുക്കാരെയും അവനവന്റെ സ്ഥാപനത്തിൽ നിയമിച്ച പ്രോബ്ലം ആകും. എന്ത് പ്രോബ്ലം? 10-20 എടുത്ത് ചോദിക്കാൻ പറ്റുമോ? 10-20 എടുത്താ എന്തിനാ ചോദിക്കുന്നത്? പോട്ടെ എന്ന് വിചാരിക്കണം. 20,000-30,000 ആയാലോ? അത് പ്രോബ്ലം ആവും. ആ, അതാ ഞാൻ പറഞ്ഞത്. പിന്നെ ഒരു കാര്യം, സ്വന്തക്കാരായാലും വീട്ടുകാരായാലും നിർത്തേണ്ടടുത്ത് നിർത്തിയാലേ ശേഖരേട്ടന് റെസ്പെക്ട് കിട്ടും.
കൊച്ചു കൊച്ചു പിണക്കങ്ങൾ നമ്മൾ തമ്മിൽ ഉണ്ടാകാറുള്ളപ്പോഴൊക്കെ ഞാൻ കരുതി സ്നേഹക്കൂടുതൽ കൊണ്ടാണെന്ന്. അതൊക്കെ മനസ്സിൽ കൂട്ടിവെച്ച് പക തീർക്കുകയാണല്ലേ? അയ്യോ ശംഖു സൂക്ഷിച്ചു വെക്കാൻ പറയൂ. സൂക്ഷിച്ച് സൂക്ഷിച്ച് സൂക്ഷിച്ച്. ഓ എന്റെ മോളുടെ ഒരു തലയിലെഴുത്തെ. അല്ലെങ്കിൽ പിന്നെ ഈ ഏസിയും ചുമന്നുകൊണ്ട് അവിടം വരെ പോവേണ്ട ഗതികേട് നമുക്കുണ്ടാവോ? ഇന്ന് ഞാൻ ചെന്ന് വിളിച്ചോണ്ട് വന്ന പിന്നെ ഞാൻ അങ്ങോട്ട് അവരെ അയക്കുകയില്ല. അതിന്റെ ഒന്നും ആവശ്യമില്ല അമ്മേ. തന്നിഷ്ടം കാട്ടി പോയതല്ലേ, കുറച്ച് അനുഭവിക്കട്ടെ, എന്നാലേ അവള് പഠിക്കൂ. അങ്ങനെ വിചാരിക്കരുത്. നമ്മൾ കൂടെ തന്നെ ഉണ്ടെന്ന് തോന്നിയാ ചിലപ്പോ അത് അവൾക്കൊരു ആശ്വാസമാവും. പെട്ടെന്ന് തളർന്നു പോകുന്ന സ്വഭാവക്കാരൊന്നും അല്ല എന്റെ മോള്. ഒന്നുമില്ലെങ്കിലും എന്റെ വയറ് ഗുണം കാണിക്കാതിരിക്കുമോ? എന്റെ വയറ് ഗുണം കാണിച്ച് കാണിച്ച് എന്തെങ്കിലും വരുത്തി വെക്കുമെന്നാ എന്റെ പേടി. എന്താ ഈ മുറി കയറാതെ പോണത്? ഞാൻ തൂത്തുവാരിക്കോട്ടെ എന്ന് കരുതിയിട്ടാ? അങ്ങനെയൊന്നുമില്ല. ആ ബെഡ്ഷീറ്റ് ഒക്കെ ഒന്ന് മാറ്റി ക്ലീൻ ചെയ്തിട്ടേര്. തന്നെത്താനങ്ങ് ചെയ്താലെന്താ? ഒരു മുതലാളിച്ച് ഇറങ്ങിയിരിക്കണു. എന്താ പെണ്ണേ, നിന്റെ ചേട്ടത്തിയോട് ഇപ്പോഴേ പോര് തുടങ്ങിയോ? ആജ്ഞാപിക്കലും പറച്ചിലും കേട്ടാ തോന്നും ഞാൻ അവളുടെ വേലക്കാരിയാണെന്ന്. അവളോ? അങ്ങനെയൊന്നും വിളിക്കരുത്. ചേട്ടത്തിയമ്മയ്ക്ക് അമ്മയുടെ സ്ഥാന. ആ പെരുമാറ്റേ തിരിച്ചും വേണം. അമ്മ എന്തിനാ ഇതൊക്കെ എടുക്കുന്നേ? അലക്കാൻ. അതൊക്കെ ചേട്ടത്തി ചെയ്തോളും. ഇതാരുടെ അടി? അതെന്റെയാ. ആ, നിന്നെ പോലെ തന്നെയാ എനിക്ക് അവളും. എന്റെ വയറ്റിൽ പറന്നില്ല എന്നേ ഉള്ളൂ. പിന്നെ ഈ നാത്തും പോരൊന്നും ഇവിടെ വേണ്ട കേട്ടോ. ആ, മാധവി ചേച്ചി അങ്ങനെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിലേ നാത്തും പോരല്ല, ഒരു യുദ്ധം തന്നെ ഇവിടെ കഴിഞ്ഞേനെ. എന്താ പിന്നെ പിണങ്ങിയാണോ പോകുന്നത്? കല്യാണത്തിന് വന്നപ്പോ അമ്മായിയും മെമ്പരോളും അതേ ചക്കരെ പോലെ ആയിരുന്നല്ലോ. ആ തള്ളക്ക് വീണ്ടും ചൊറിച്ചിൽ തുടങ്ങി. എന്നാ നിനക്ക് അവിടെ വൃത്തിയായിട്ട് മാറ്റി കൊടുക്കാമായിരുന്നില്ലേ? മാന്തമല്ല, ആ മോന്തിക്കൊരു തേമ്പാ കൊടുക്കേണ്ടത്. ആർക്കിട്ട് കൊടുക്കുന്ന കാര്യം ചേച്ചി പറയുന്നേ? എന്റെ അമ്മായിമ്മയില്ലേ, ആ മന്ദർ തള്ളക്കിട്ട്. അവര് നിന്റെ കല്യാണം കൂടാനൊന്നും അല്ല വന്നത്, ഇവിടുത്തെ കുറ്റവും കുറവും കണ്ടുപിടിക്കാനാ. സാമ്പാറിന് ഉപ്പ് കൂടി, പായസത്തിന് മധുരം കുറഞ്ഞു, പുളിശ്ശേരിക്ക് പുളി കൂടി, എരിശ്ശേരിക്ക് എരി കൂടി. ഓ, പിന്നെ അവരെ സിംഹാസനത്തിലെത്തി ആരും ആദരിച്ച് വണങ്ങിയില്ലെന്ന പരാതി വേറെ. എന്റെ വീട്ടുകാരെ കുറ്റം പറഞ്ഞാ എനിക്ക് സഹിക്കില്ല. സഹിക്കുന്നതിനും പൊറുക്കുന്നതിനും ഒരു പരിധിയുണ്ട്. അത് കഴിഞ്ഞാൽ എന്റെ സ്വഭാവം മാറും. പിന്നെ കുഞ്ഞനീത്തയാണ് പൊന്നനീത്തയാണ് എന്നൊന്നും എന്നോട് പറഞ്ഞേക്കരുത്. ഏറ്റവും ഇളയതല്ലേ, അവളെ കുറിച്ച് ലാളിച്ചാണ് വളർത്തിയത്. എനിക്ക് വേണ്ടി ഒന്ന് ക്ഷമിച്ചൂടെ? അയ്യോ, എന്റെ പുതിയ സാരി അത് 10,000 രൂപ വിലയുള്ളതാ. വെള്ളത്തിൽ മുക്കി കുത്തിപ്പിഴിഞ്ഞ അതിന് പണി കഴിഞ്ഞു. അത് അലക്കണ്ട. സാരമില്ല മോളെ, ഞാൻ അലക്കാം. അലക്കണ്ടെന്നല്ലേ പറഞ്ഞത്? ആരലക്കിയാൽ എന്താ മോളെ, വെളുത്താ പോരെ. നീ തള്ളക്കൊന്നും പറഞ്ഞ് മനസ്സിലാവില്ലേ? എന്തെങ്കിലും പറ്റിയോ അമ്മേ? എന്താ ഇത്? ഇത്രയും വില കൂടിയ സാരി ഡ്രൈവേഷനോ കൊടുക്കേണ്ടത്? ടീച്ചറാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? വിവരം വേണം. എന്റെ ഭാര്യത്തല്ല നീ ആരാടാ? ഞാനൊരല്പം താമസിച്ചതേ ചേട്ടനെ ഇവർക്കോട്ട് ഒന്ന് പൊട്ടിക്കുന്ന കരുതിയാ. എന്റെ അമ്മയെ തള്ളിയിട്ട് വിള ഞാൻ. വേണ്ട, ഒരെണ്ണം മതി. നീ ഈ അമ്മയുടെ വയറ്റിൽ പറഞ്ഞ മകനാണെന്ന് തെളിയിക്കാൻ. അയ്യോ അയ്യോ, എന്റെ മോളെ എല്ലാരും കൂടെ ഇവിടെ തല്ലി കൊല്ലുകയാണോ? ഇവരിട്ട് രണ്ട് കൊടുക്കാൻ ഇവിടെ ആരില്ലേ? എടാ പ്രേമേന്ദ്ര, നോയിക്കൊണ്ട് നിൽക്കുകയാണോ? അതെ, ബഹളം ഉണ്ടാക്കണ്ട. നിങ്ങളുടെ മകൾ ചെയ്ത വലിയൊരു തെറ്റിന് ഒരു ചെറിയ ശിക്ഷ കൊടുത്തു, അത്രേ ഉള്ളൂ. കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിനെ തല്ലാനാണോ ഈ തള്ളയും കൂടെ കൂട്ടു നിൽക്കുന്നത്? എന്റെ അമ്മയെ കുറിച്ച് മിണ്ടി പോരുത്. ഞങ്ങളുടെ അച്ഛൻ ജീവിച്ചിരുന്നപ്പോ പോലും അമ്മയോട് ഒരു മറുവാക്ക് പറഞ്ഞ് ഞങ്ങൾ കേട്ടിട്ടില്ല. ഞങ്ങളുടെ അമ്മ ഇവിടെ എന്താ ചെയ്തെന്നറിയോ? അപ്പ എന്റെ 10,000 രൂപയുടെ സാരിയോ? അമ്മയ്ക്ക് അറിഞ്ഞൂടെ വില കൂടിയ സാരി നനയ്ക്കാൻ പാടില്ലെന്ന്? അമ്മയേക്കാൾ വലുതാണോ ഒരു സാരി? മാധവി, നീ സംസാരിക്കണ്ട, അകത്തു പോ. വിശാലാക്ഷി, എനിക്കൊരു തെറ്റുപറ്റി. തെറ്റുപറ്റിയത് എനിക്കാ. ഈ അലവലാതി കുടുംബത്തിലേക്ക് എന്റെ മോളെ കെട്ടിച്ചു കൊടുത്തത്. അലവലാതി കുടുംബം ആർക്കാണെന്ന് കണ്ടാൽ അറിയാം. ഒരു ചുരിദാറും വലിച്ചു കയറ്റി കുടിം ഗ്ലാസും വെച്ച് പ്രായം മറന്നുള്ള നിങ്ങളുടെ ഈ നടപ്പ് നെറ്റിയിൽ എഴുതി വെച്ചിരിക്കുക അലവലാതിയാണെന്നേ. മാധവി, അമ്മയൊന്നും മിണ്ടാതിരുന്നേ. ഞങ്ങളുടെ കുടുംബത്തിക്കാർ ഞങ്ങളെ ഭരിക്കാതെ ഇറങ്ങി പോതാളച്ചി. ആണല്ലോ ഇത് കേട്ട് നിൽക്കാൻ. വേറെ ഉണ്ടില്ലേ? പ്രേമേന്ദ്ര, പ്രശ്നം വഷളാക്കാതെ തന്റെ ഭാര്യയെ പറഞ്ഞൊന്ന് മനസ്സിലാക്കുക. പ്രേമേന്ദ്രൻ എല്ലാം മനസ്സിലായി.
നിനക്ക് ഭാര്യയോടൊത്ത് ജീവിക്കണമെങ്കിൽ ഞാൻ ശീതനമായിട്ട് തന്ന ആ മാരുതി കാറെടുത്ത് എന്റെ പിന്നാലെ പോരെ. കേറി കാറില്. ശാലം സാവകാശം ഒന്ന് നീ ആലോചിച്ച്. ആലോചിക്കാനൊന്നുമില്ല. ഞാൻ ഈ കുടുംബം കുളം തോണ്ടും. ശാലം, ശാലം. കേടിയകത്ത്. പ്രേമ പോകരുത്. വരുന്നില്ലേ? പ്രേമ പ്രേമ ശേഖരൻകുട്ടി അവൻ പോണ കണ്ടില്ലേ? അമ്മ പുല്ലാരിച്ചു വളർത്തിയ മൂത്ത മോന് ദൈവം നട്ടല് കൊടുത്തില്ലെന്ന് കരുതിയാ മതി.